രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി നടി ഹണി റോസ്. രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ലെന്ന് ഹണി റോസ്. സൈബർ ഇടത്തിൽ തനിക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണെന്നും ഹണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹണി റോസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് വ്യക്തമാക്കി രംഗത്തെത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഹണി റോസിന്റെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. അതിനെതിരെ ഹണി റോസ് ഇന്നലെ തന്നെ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഹണി റോസ് വീണ്ടും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിങ്ങനെയാണ്: രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്ക് താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഹണി റോസിനെതിരെ നടക്കുന്ന മുഴുവൻ സംഘടിത കുറ്റകൃത്യങ്ങളുടെയും ആസൂത്രകൻ രാഹുൽ ഈശ്വറാണ് എന്നുള്ളതാണ് ഹണി റോസിന്റെ ആരോപണം. മാത്രമല്ല, രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല എന്നും ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ തൊഴിലിടങ്ങളിലും ഒപ്പം തന്നെ തൻ്റെ സ്വകാര്യ ജീവിതത്തിലും മറ്റ് തൻ്റെ നവമാധ്യമങ്ങളിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേടുപാടുകൾക്ക് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആക്ഷേപങ്ങൾക്ക്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾക്ക്, ഇതിനെല്ലാം പിന്നിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ് എന്നുള്ളതാണ് ഹണി റോസിൻ്റെ ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച പരാതി കൊടുക്കാൻ തന്നെയാണ് ഹണി റോസ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ എറണാകുളം സെൻട്രൽ CI അടക്കം ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിക്കുമെന്നുള്ളതും ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെയും ഒപ്പം തന്നെ യൂട്യൂബ് നിരവധി തൻ്റെ കമൻറ്റിലടക്കം വന്ന്, തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടക്കം വന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ വ്യക്തമായ ഒരു കാര്യം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഹണി റോസിനെതിരെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹണി റോസ് ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. സ്വാഭാവികമായും അത് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അത് സമ്മർദ്ദത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഹണി റോസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഗൗതം, സൈനതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഈ കമൻ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ടും അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഗൗരവതരമുള്ള ഒരു പരാതിയായി മാറുകയില്ലേ? കാരണം ഹണി റോസ് പറയുന്നത് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ആലോചന നടക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഓർഗനൈസേഷൻ, ഒരു കുറ്റകൃത്യത്തിൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആലോചനയും നടക്കുന്നുണ്ട്. അത് സംഘടിതമായി നടത്തുകയാണ്. അതിന് രാഹുൽ ഈശ്വർ നേതൃത്വം നൽകുന്നു എന്നതാണ്. അതൊരു ഗുരുതരമായ ആരോപണമല്ലേ ഉന്നയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഹണി റോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഈ ഹണി റോസിന്റെ പരാതി എടുത്തു നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഹണി റോസ് അതിൽ പറയുന്ന ഒരു കാര്യം, ഇതിന്റെ എല്ലാം PR ആയി രാഹുൽ ഈശ്വർ വർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് തൊഴിലിടങ്ങളിൽ വലിയ നഷ്ടമുണ്ടാകുന്നു. ആ തൊഴിലിടങ്ങളിലും ഒപ്പം തന്നെ സ്വകാര്യ ജീവിതത്തിലും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതിനെല്ലാത്തിനും കാരണക്കാരൻ രാഹുൽ ഈശ്വറാണ് എന്നുള്ളത് തന്നെയാണ് ഹണി റോസ് പറഞ്ഞു വയ്ക്കുന്നതും. എന്തായാലും ഹണി റോസിന്റെ ഈ പരാതി അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന പരാതിയല്ല. ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നു. എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു. പോലീസിന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും ചെയ്തു. കോടതിയും ആ വ്യക്തിയെ റിമാൻഡ് ചെയ്യാക്കുകയും ചെയ്തു. പരാതി കൊടുക്കുമെന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസുമാണ്. എന്നാൽ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ എന്നെ തകർക്കുക അല്ലെങ്കിൽ എനിക്കെതിരെ തിരിയാൻ ജനത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈം ചെയ്തു എന്നുള്ളതാണ് ഹണി റോസിന്റെ പരാതി. മറ്റൊന്ന് ഹണി റോസ് പറയുന്നത്, താങ്കൾ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ PR ഏജൻസിയായി രാഹുൽ ഈശ്വർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സൈൻ ഇപ്പോൾ തുടരുക. ഇപ്പോൾ രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കുന്നു? രണ്ട് കാര്യങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, ഹണി റോസിന്റെ വസ്ത്രധാരണം അടക്കമുള്ളത് പൊതുസമൂഹം ഓഡിറ്റ് ചെയ്യണമെന്നുള്ളത് വളരെ റീസണബിൾ പോയിന്റ് ആണ്. ഹണി റോസിന് വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യവും നമുക്ക് സംസാര സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ രണ്ടും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. ഞാൻ അവിടെയാണ് എന്റെ മറുപടി
കേൾക്കണം. അതെ, എനിക്ക് പറയാനുള്ള വ്യക്തമായ മറുപടി ഹണി റോസും കുടുംബവും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അവരോട് പറയുകയാണ്, ഹണി റോസിനെ ബഹുമാന പുരസ്സരം വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ബോച്ചയെ അങ്ങനെ വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. രാഹുൽ ഈശ്വറിനെ എങ്ങനെ വിമർശിക്കാനുള്ള റൈറ്റ് ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. അപ്പോൾ നമ്മുടെ വിമർശന സ്വാതന്ത്ര്യം അതിര് കടക്കരുത്, വസ്ത്രധാരണ സ്വാതന്ത്ര്യം അതിര് കടക്കരുത്. ഇതിന്റെ അതിരാര് തീരുമാനിക്കും? ഇന്ത്യൻ ഭരണഘടനയും സമൂഹവും തീരുമാനിക്കും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ആർട്ടിക്കിൾ 19 ഡീസൻസി എന്ന് പറയുന്നതിന്റെ താഴെയാണ് വരുന്നത്. ആ കാര്യം നമ്മൾ മറക്കാതിരുന്നാൽ മാത്രം മതി. രാഹുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണഘടന തീരുമാനിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അധികാരമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്, ഇന്ത്യൻ ഭരണഘടന അത് പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഈ സമൂഹം എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നതല്ലേ പ്രധാനപ്പെട്ടത്? ആർട്ടിക്കിൾ 19 ഭാഗമായി വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു വകുപ്പുണ്ട്. അതിൽ മൊറാലിറ്റി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കും. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, തുടർന്നോളൂ. ആ ഡീസൻസി ആരാണ് തീരുമാനിക്കുന്നത്? രാഹുൽ ഈശ്വർ അല്ല. ആ ഡീസൻസി തീരുമാനിക്കുന്നത് സമൂഹം. ആ ഡീസൻസി തീരുമാനിക്കുന്നത് ആയിക്കോട്ടെ, ഒന്ന് കേൾക്കൂ. ആ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യയിലെ പൊതുസമൂഹമാണ്. അപ്പം പൊതുസമൂഹം ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ വരാം, പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് വരാം. അങ്ങനെയാണല്ലോ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇപ്പം ബോധം ശരിയല്ലെന്ന് വിമർശിക്കുന്ന ആൾക്കാരില്ലേ? അതേപോലെ വ്യത്യസ്ത വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ അസഹിഷ്ണുത കാണിക്കരുത്. ഒരു വരി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണം. ഹണി റോസിനെ വിമർശിക്കുമ്പോൾ ഇത്രയും അസഹിഷ്ണുത പാടുണ്ടോ? ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? ഇത് ആ വിമർശനത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഹണി റോസ് പറയുന്നത് താങ്കൾ സംഘടിതമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള സംഘടിതമായ അധിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ്. രണ്ടാമതൊരു കാര്യം, അവരുടെ ഏത് വസ്ത്രം ധരിക്കണം എന്നത് സംബന്ധിച്ച് അവർക്ക് അതിന് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, അതിനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യമുണ്ട്. ഡീസൻസിയെ സംബന്ധിച്ച് ഭരണഘടനയ്ക്കകത്ത് ഇത് പൊതുസമൂഹം നിശ്ചയിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ ഏത് വസ്ത്രം ധരിക്കുന്നു എന്നത് അവരുടെ സ്വാതന്ത്ര്യമായി ഇരിക്കെ തന്നെ താങ്കൾ സംഘടിതമായി സൈബർ ഇടങ്ങളിൽ അവർക്കെതിരെ സംഘടിതമായ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, ഓർഗനൈസ്ഡ് ക്രൈമിന് നേതൃത്വം നൽകുന്നു എന്നാണ് ആരോപണം. പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോ ചില ആൾക്കാർ നമ്മുടെ ബോച്ചയെ ആഭാസൻ എന്ന് വിളിക്കുന്നു. കോടതി കുറ്റക്കാരെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ അവർ വിളിക്കുന്നത് എന്താണ്? അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നമുക്ക് അവനെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ഹണി റോസ് റേസ് ചെയ്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, സംഘടിതമായി ഓർഗനൈസ്ഡ് PR മറ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഒരാളോടെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കാനും തയ്യാറാണ്, എന്നെ പിടിച്ച് ജയിലിൽ വിടണം. ഹണി റോസ് അല്ലല്ല, ഒരു സെക്കൻഡ്. ഹണി റോസ് മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, വലിയ പ്രഗത്ഭനൊന്നുമല്ല, ഞാനൊരു അഡ്വക്കേറ്റ് കൂടിയാണ്. ഇത് ഞാൻ തന്നെ നേരിടും. കാര്യം എനിക്ക് രാമപിള്ള സാറിനെ എൻഗേജ് ചെയ്യാനോ മുകുൾ റോഹത്തക്ക് എൻഗേജ് ചെയ്യാനുള്ള കാശൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ ഈശ്വർ തന്നെ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ ആയതുകൊണ്ട് ഞാൻ തന്നെ നേരിടും. രണ്ട്, ഹണി റോസ് എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമേ ഹണി റോസിനോട് പറയാനുള്ളൂ. ഹണി റോസിനോടുള്ള വിമർശനം എന്നും ഉണ്ടാകും. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് PR ഒരാളോട് ഹണി റോസിനെ കുറിച്ച് മോശം പറയണമെന്നോ, ഒരാൾക്കെതിരെ ഹണി റോസിനെ കുറിച്ച് ഒരു സ്ഥലത്തെങ്കിലും ഞാൻ എന്തെങ്കിലും ആഭാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തെങ്കിലും ആഭാസം പറയാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ എന്നെ വിചാരണ പോലും കൂടാതെ 3 വർഷമോ എത്രയെങ്കിലും വർഷം തടവിലിടണം. ഇല്ലെങ്കിൽ ഹണി റോസ് ദൈവത്തെ ഓർത്ത് ഒന്ന് പുനർചിന്തിക്കണം. ഈ പറയുന്ന വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് ഹണി റോസ് ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഹണി റോസ് ഉന്നയിക്കുന്ന വിമർശനങ്ങളിലും ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും അടിസ്ഥാനരഹിതമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഹണി റോസിന്റെ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും വരുന്നതായിരിക്കും. ഒരുപാട് പേരെങ്ങനെ നെഗറ്റീവ് കമന്റ് പറയുന്നതുകൊണ്ടൊക്കെ ഹണി റോസിന് ഒരു വിഷമം തോന്നിയതായിരിക്കും. ഹണി റോസിന്റെ വിഷമം ഉൾക്കൊള്ളുന്നു, ഹണി റോസിന്റെ കുടുംബത്തിന്റെ വേദന ഉൾക്കൊള്ളുന്നു, അതൊന്നും ഇല്ലെന്നല്ല. പക്ഷേ ഈ കേസ് ഞാൻ തന്നെ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വയം കോടതിയിൽ വാദിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ രാമപിള്ള സാറിനെയോ എനിക്ക് മുകുൾ റോഹത്തകയോ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശ് കേൾക്കാറില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ കേസ് വാദിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, താങ്കളടക്കം ഇന്നേ വരെ ഞാൻ ഹണി റോസിനെ കുറിച്ചോ ഏതെങ്കിലും നടിയെ കുറിച്ചോ സെക്ഷുവലി ായ ഒരു റിമാർക്കെങ്കിലും പറഞ്ഞത് എവിടെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എന്നെ നേരെ പിടിച്ച് ജയിലിലിടണം. വിചാരണ പോലും തരരുത്, എനിക്ക് വിചാരണ പോലും വേണ്ട, നേരെ പിടിച്ച് ജയിലിലിടണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങളിലും അത്തരത്തിലുള്ള സെക്ഷുവലി കളേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന് മറ്റാരും കരുതണ്ടെന്നാണ്. എന്തെങ്കിലും ഒരെണ്ണം താങ്കൾ പറയൂ, താങ്കൾ പറഞ്ഞാൽ അംഗീകരിക്കും. താങ്കൾ അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് സംസാരിച്ചതിനകത്ത് സെക്ഷുവലി കളേർഡ് ആയിട്ടുള്ള പിക്ചർ ഇല്ല എന്നാണ് പറയുന്നത്. വസ്ത്രധാരണത്തെ അവരെ വിമർശിക്കുന്നതാണോ സെക്ഷുവലി കളേർഡ് റിമാർക്ക്? ഹണി റോസിന്റെ വസ്ത്രധാരണ ശരിയല്ലെന്ന് വിമർശിക്കുന്ന സെക്ഷുവലി കളർ റിമാർക്കാണോ? വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രമല്ല, അതിൽ താങ്കൾ മീറ്റർ വെക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായില്ലേ? ആ വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിക്കാൻ പാടില്ല, അമ്പലത്തിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കണം തുടങ്ങി താങ്കളുടെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ശരിയല്ലേ സാർ?
ആ വസ്ത്രങ്ങൾ കുറെ കൂടെ മാന്യമായി ധരിക്കണമെന്നും രവീന ടണ്ടൻ ടിപ്പ് ബർസാപ്പാനിയിൽ ധരിക്കുന്നത് പോലെ ധരിക്കണമെന്നും പറയുന്നത് സെക്ഷലി കളർ റിമാർക്കാണോ? ക്രിറ്റിസിസം അല്ലേ? ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് എവിടെങ്കിലും വിമർശിക്കുന്നതുണ്ടോ? നമ്മൾ എന്താ ഈ വിമർശനത്തെ വിമർശനമായി കാണാത്തത്? ഹണി റോസിനെ ആഭാസം പറയരുത്, അസഭ്യം പറയരുത്. ഹണി റോസ് ഒരു സെലിബ്രിറ്റിയാണ്, അറിയപ്പെടുന്ന നടിയാണ്. പക്ഷെ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും ഹണി റോസിനെ വിമർശനം എല്ലാവർക്കും വിമർശനം നേരിടാം, അതിൽ പ്രശ്നമൊന്നുമില്ല. വിമർശിക്കാനുള്ള അധികാരം ഈ നാട്ടിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരാളുടെ വസ്ത്രധാരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനം വരുമ്പോൾ അവർ വ്യക്തിപരമായി തനിക്കെതിരെ അത്തരം ആക്ഷേപം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഈ കേസ് നൽകിയതിന് ശേഷം അതിൽ നടപടിയുണ്ടായി, അതിനുശേഷം അവർക്കൊരു ആശ്വാസം കിട്ടുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വറിൻ്റെയൊക്കെയുള്ള വിമർശനം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത്തരം കമൻറ്റുകൾ പുറത്തു വരുന്നത്. ആ കമൻറ്റുകൾ അവരെ വേദനിപ്പിച്ചുവെന്നും അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയെ അത് തകർത്തു എന്നുമാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. താൻ സെക്ഷലി കളേർഡായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് വിമർശിക്കുകയാണ് ചെയ്തത്. ഹണി റോസിനോടുള്ള വിമർശനമാണ് നടത്തിയത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴയുണ്ട് എന്ന് കണ്ടെത്തിയാൽ വിചാരണ പോലും കൂടാതെ ജയിലിലടയ്ക്കണം, താൻ ഒറ്റയ്ക്ക് കേസ് വാദിക്കും എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടിയിൽ തന്നെയാണ് ഹണി റോസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഈശ്വർ ഇപ്പോഴും പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ യാതൊരു തരത്തിലുള്ള സെക്ഷലി കളേർഡായിട്ടുള്ള റിമാർക്കുകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ സമാനമായ അഭിപ്രായമാണ് ഇപ്പോഴും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ നിയമ നടപടി സ്വീകരിക്കുകയും കോടതി പറഞ്ഞു ഇത്തരം ആളുകൾക്ക് മറ്റ് പരിഗണനകളൊന്നും നൽകാൻ കഴിയില്ല എന്നും പറയുന്നു. അപ്പോൾ രാഹുൽ ഈശ്വർ ഇനി ഇതിൽ ഒറ്റയ്ക്ക് വാദിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി കോടതിയിൽ നടക്കുക, അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോയാൽ സംഭവിക്കുക? ഇതുവരെ പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല. അല്പനേരത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതി പോലീസിന് ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് FIR-ലേക്ക് പോകേണ്ടി വരും. അതിൽ വെയിലബിൾ ഒഫൻസ് ആണോ അല്ലെങ്കിൽ നോൺ വെയിലബിൾ ഒഫൻസ് ആണോ, ജാമ്യമില്ലാ വകുപ്പാണോ എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് നമ്മൾക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിലവിലെ അവസ്ഥയിൽ രാഹുൽ ഈശ്വറിനെതിരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ IT ആക്ട് നിലനിൽക്കും. IT ആക്ട് വന്നു കഴിഞ്ഞാൽ അത് നോൺ വെയിലബിൾ ആയിട്ടുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളായിരിക്കും ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വറിന് അതിനുള്ള നിയമപരിജ്ഞാനമുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം നേടാനുള്ള അവസ്ഥയുണ്ടാകും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാഹുൽ ഈശ്വറിന് കേസെടുത്താൽ ജാമ്യമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ നിലവിലെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഹണി റോസ് അല്പനേരത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കും. എറണാകുളം സെൻട്രൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന, ഇപ്പോൾ ഹണി റോസ് നൽകിയിരിക്കുന്ന ഈ അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സംഘടിത അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന സ്വഭാവമുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധിക്ഷേപകരമായ പ്രസ്താവനകൾക്ക് അല്ലെങ്കിൽ കമൻറ്റുകൾക്ക്. താൻ അതിജീവിച്ച് വരുന്നൊരു സാഹചര്യത്തെ വീണ്ടും തകിടം മറിക്കുന്ന തരത്തിലേക്കാണ് അത് ഇടപെടുന്നത് എന്നുള്ള കുറച്ചുകൂടി ഗൗരവതരമായ ഒരു ആരോപണമാണ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഈ IT ആക്ട് കൂടാതെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഗൗരവമായ ഒരു കേസായി മാറില്ലേ? സ്വാഭാവികമാണ്. ഗൂഢാലോചനയാണ്, സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ആസൂത്രണം നടത്തിയെന്നുള്ളതാണ്. അതായത് ബോബി ചെമ്മണ്ണൂർ എന്ത് കുറ്റമാണോ ചെയ്തത് അതിന് സമാനമായ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയ കുറ്റത്തിന് സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഈശ്വറിന് അതിലൊരു പങ്കാളിത്തം വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ PR ഏജൻസിയായി രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഹണി റോസിൻ്റെ ആരോപണം. ആ ഒരു വകുപ്പുകൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ, സ്ത്രീപീഡനം എന്നുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയില്ലെങ്കിലും ശേഷിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ പോലീസിന് അതിൽ ഉൾപ്പെടുത്തേണ്ടതായി വരും. കാരണം ഒരു ഗൂഢാലോചന നടത്തുക, സംഘടിതമായി ഒരാൾക്ക് കൊട്ടേഷൻ നൽകുക എന്നുള്ളതാണ്. ആ ഒരു പദം ഉപയോഗിച്ചില്ലെങ്കിലും ആ രീതി, അല്ലെങ്കിൽ അത് തന്നെയാണ് ഹണി റോസ് ഈ പരാതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇനി പരാതിയുടെ പകർപ്പ് കൂടി കിട്ടിയാലേ ഏത് രീതിയിലുള്ള പരാതിയാണ് ഇതെന്നുള്ളത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ ഹണി റോസ് പുറത്തുവിട്ടിരിക്കുന്ന, ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ സ്വാഭാവികമായും അതിൽ IT ആക്ട് നിലനിൽക്കും എന്നുള്ളതാണ്. ശരി, എന്തായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് പരാതി നൽകേണ്ടതായിട്ടുണ്ട്. സഹിൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ പരാതി ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ പരാതി വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോവും. ഒറ്റയ്ക്ക് വാദിക്കാനുള്ള നീക്കത്തിലേക്ക് രാഹുൽ ഈശ്വർ മാറുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പതിവ് കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.